എന്റെ ഏറ്റവും വലിയ ഗാനഗന്ധർവൻ എന്ന് പറഞ്ഞാൽ MG ശ്രീകുമാരേട്ടൻ തന്നെയാണ്. ഇനി നീ എന്റെ അരികിൽ വരും, കിളിപ്പാടും കുളിരാവിൽ ഞാൻ അരികെ വരാം. ഇപ്പൊ ഞാൻ സംഗീതം ഏതൊരു സ്ഥലത്ത് ചെന്നാലും പാടാനും ഒക്കെ ഒരു ധൈര്യവും തൻ്റെ ഇടവും കിട്ടിയത് MG ശ്രീകുമാരേട്ടൻ. രാമായണ കാറ്റേ എന്നീലാംബരിക്കാറ്റേ. ചിത്രം സിനിമ ഇറങ്ങാറായപ്പം ആ സമയത്തിന് മുമ്പ് MG രാജ് സാറിന്റെ വീടിന്റെ നടയിൽ കൂടെ പോകുമ്പോൾ അവിടെയൊക്കെ ആരുമില്ല. ഇപ്പൊ ഈ ഇവിടെ ഇത് കാണിക്കുന്ന വഴുതയ്ക്കാടെന്ന് പറഞ്ഞാൽ വെള്ളയമ്പലത്ത് വഴി തൈക്കാട് വഴി കിഴക്കേക്കോട്ട പോകണമെങ്കിൽ പേടിയാ. വൈകുന്നേരം 5 മണിക്ക് ശേഷം അവിടെ കൂടെ ആരും നടന്നു പോകില്ല. ഞാൻ എങ്ങനെ കൊച്ചിയിൽ നടന്നാണ് പോണേ. വെള്ളയമ്പലം വരെ ഏതെങ്കിലും വണ്ടി കയറി തൂങ്ങിയ ബസ്സിൽ ടിക്കറ്റ് എടുക്കാതെ വന്നിട്ട് എനിക്ക് തരങ്കിണി സ്റ്റുഡിയോ പോയി നിൽക്കും ചെറുതാണെങ്കിലും. പിന്നെ MG രാജ് സാറിന്റെ വീടിന്റെ അവിടെ പോകും. അവിടെ ചെല്ലുമ്പോഴും സംഗീതം തന്നെയാണ്, റോഡിൽ നിന്ന് കേൾക്കാം. അങ്ങനെ തപ്പി സാറിനെ കണ്ടു. സാറിനെ കാണുമ്പോൾ സാറ് ഈ പണ്ടും MG രാജ് സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരടുത്തും ദേഷ്യമൊന്നുമില്ല. ഏത് കൊച്ചു പിള്ള എന്നാലും പിടിച്ച് സ്നേഹത്തോടെ അങ്ങനെ അവിടുന്ന് കൊച്ചു കുട്ടൻ രാജാകൃഷ്ണൻ ഇന്നത്തെ വലിയ എഞ്ചിനീയറും ദേശീയ ഒത്തിരി അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചു. അങ്ങനെ ശ്രീകുട്ടൻ ചേട്ടനെ കണ്ട് ശ്രീകുട്ടൻ ചേട്ടനോട്ട് അന്ന് അടുക്കാൻ പാടാണ്. കാരണം അണ്ണ വേറെ ലെവലാണ്. ശ്രീകുട്ടൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ MG ശ്രീകുമാർ എന്ന് വെച്ചാൽ മലയാളത്തിന്റെ മഹാഗായകൻ. ഇത്രയും നേരം പറഞ്ഞതിൽ ആ ഒരു കാര്യമാണ് മറ്റൊരു എൻ്റെ വളരെ മഹാഭാഗ്യം ജീവിതത്തിൽ കിട്ടിയൊരു എനിക്ക് ദേശീയ അന്തർദേശീയത്തിന് അപ്പുറത്തുള്ളൊരു പുരസ്കാരവും എൻ്റെ ജീവിതത്തിൽ മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ സംഗീത ലോകത്ത് എനിക്കൊന്നും ആവാൻ കഴിയില്ലായിരുന്നു. ഇപ്പൊ ഞാൻ സംഗീതം ഏതൊരു സ്ഥലത്ത് ചെന്നാലും പാടാനും ഒക്കെ ഒരു ധൈര്യവും തൻ്റെ ഇടവും കിട്ടിയത് MG ശ്രീകുമാരേട്ടൻ ചേച്ചിയും. അപ്പൊ അവിടെ ചേട്ടനുമായിട്ട് ഞാൻ അങ്ങനെ ചെറുതായിട്ട് തപ്പി അദ്ദേഹത്തിന്റെ മുമ്പിലെത്തി. അദ്ദേഹത്തിന്റെ കൂടെ കൂടി അദ്ദേഹമൊക്കെ പാടുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും സംഗീതത്തിന്റെ എങ്ങനെ മയക്ക് പിടിക്കുന്നു, എങ്ങനെ പാടുന്നു, അതെല്ലാം കണ്ട് അങ്ങനെ കുറെ നാള് നടന്നപ്പം അവിടുന്ന് കിട്ടിയ അനുഗ്രഹത്തിലൂടെയാണ് സംഗീതം. പിന്നെ ആകാശവാണിയിൽ എനിക്ക് ഓഡിഷന് പോയി. അങ്ങനെ ഓഡിഷൻ പോയപ്പം നമ്മുടെ ഈ പറഞ്ഞ MG രാജ് സാറ്, വേണുവേട്ടൻ ഒക്കെ അവിടെ ഉണ്ട്, ജോസ് സാറ്, ജോസ് ദത്തയം. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് നാൾ സംഗീതം അഭ്യസിച്ചു, കാശ് കൊടുക്കാതെ പഠിച്ചു കുറച്ച് കാലം. പിന്നെ അതിനുശേഷം ശ്രീകുട്ടൻ ചേട്ടൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ അവിടുത്തെ ഇതെല്ലാം കേട്ടാണ് കാര്യങ്ങളിലേക്ക് പഠിച്ചു വന്നത്. അതിനുശേഷം ശ്രീകുട്ടൻ ചേട്ടൻ്റെ ഓരോ പരിപാടിക്കും പോയി ഓരോന്നും കണ്ടും അദ്ദേഹം പാടുന്ന രീതികളും സ്റ്റുഡിയോയിൽ പോയും ഒക്കെ തന്നെയാണ് എനിക്ക് അദ്ദേഹം മലയാളത്തിന്റെ മഹാഗായകൻ എന്ന് പറഞ്ഞാൽ യേശുദാസ് മഹാഗായകൻ, ഗാനഗന്ധർവൻ. അത് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഗാനഗന്ധർവൻ എന്ന് പറഞ്ഞാൽ MG ശ്രീകുമാരേട്ടൻ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് P ജയചന്ദ്രൻ മാഷ്. അദ്ദേഹം ഭാവഗായകനാണ്, അദ്ദേഹവും ഗാനഗന്ധർവൻ തന്നെയാണ്. മലയാളത്തിന്റെ 3 ഗാനഗന്ധർവന്മാരെന്ന് പറഞ്ഞാൽ യേശുദാസ് സാറ്, MG ശ്രീകുമാർ സാർ, ഈ P ജയചന്ദ്രൻ സാർ, ഇവർ 3 പേരും. പിന്നെ അതുപോലെ ലോകത്തിന്റെ വാനമ്പാടിയാണ് ചിത്ര ചേച്ചി. അവരുമായിട്ടും ചേച്ചിയായിട്ട് എനിക്ക് ബന്ധപ്പെടാനും കൂടുതൽ സംസാരിക്കാനും കൂടെ പാട്ടുകൾ പാടുന്നത് കാണാനും കേൾക്കാനും. പിന്നെ ഞാൻ ഈ പ്രൊഡക്ഷൻ മാനേജറായി എക്സിക്യൂട്ടീവായി വന്നപ്പം സംഗീതത്തിന് കുറച്ചങ്ങ് താഴോട്ട് ഉള്ളുവലിച്ചു. സംഗീത കോളേജിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സംഗീത കോളേജ് പോയപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. ഈ ഓമനക്കുടി ടീച്ചർ, അത് ഈ പറഞ്ഞതുപോലെ അവരൊക്കെ കുടിപ്പള്ളിക്കൂടം പോലെ ആ വീട്ടിലെ ബന്ധങ്ങൾ അങ്ങനെയാണ്. അതുപോലെ ഇന്നത്തെ ഗായകൻ നമ്മുടെ ഹരിശങ്കർ ഒക്കെ കുഞ്ഞു കുട്ടിയായിരുന്ന കാലത്ത്. പിന്നെ ചേട്ടനും ചേച്ചി ലേഖ ചേച്ചിയും ചേട്ടനും MG അതുപോലെ ഉള്ള സ്നേഹവും അതുപോലെ തന്നെയാണ് ശ്യാമപ്രസാദ് സാറും. നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഷീബ ചേച്ചി. ഞാൻ ശ്രീകുട്ടൻ ചേട്ടൻ്റെ കൂടെയും MG രാജ് സാറിൻ്റെ കൂടെ ആ കുടുംബത്തിന്റെ ഒരു അംഗമായി ജീവിച്ചതുകൊണ്ട് ഞാൻ ലേഖ ചേച്ചിയൊക്കെ എപ്പോഴും പറയും, ശ്രീകുട്ടൻ്റെ പാട്ടുകൾ എപ്പോഴും ഞാൻ രാജീവ് പാടാറുണ്ടെന്ന് പറയാറുണ്ട്. ഒരു കാലത്ത് ഞാൻ എപ്പോഴും ശ്രീകുട്ടൻ ചേട്ടൻ്റെ പാടി. എൻ്റെ മോൻ്റെ പേര് ശ്രീകുട്ടൻ, മോളുടെ പേര് ശ്രീകുട്ടി ഒക്കെ ശ്രീകുട്ടൻ ചേട്ടൻ്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ട് എപ്പോഴും മനസ്സിലെന്നും അങ്ങനെ പേര് വരെ അങ്ങനെയാണ് ഇട്ടത്. പിന്നെ 2 സ്കൂളിൽ പാർവതി, ശ്രീ പാർവതി, മോൻ്റെ പേര് ശ്രീ കൈലാഷ്, അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ചേട്ടൻ്റെ പാട്ടുകളാണ് മിക്കവാറും ഞാൻ എല്ലായിടത്തും പോയ പാടുന്നത്. ദാസാറിൻ്റെ പാട്ടും ബാക്കി വിജയേശ്വാസ് നമ്മുടെ സഹോദരനായിട്ട് എന്നും വിജയേശ്വാസ്. ഞാൻ ആ കുടുംബത്തിലെ കൂടത്തിലെ അംഗമാണ്. ആ കുടുംബത്തിലെ വിജയ് നല്ല സ്നേഹമായിട്ട് എനിക്ക് അന്നും എന്നെ സഹായിക്കും. ഈ പറഞ്ഞ പോലെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് വിജയേശ്വാസ്. അപ്പൊ അങ്ങനെ ശ്രീകുട്ടൻ ചേട്ടൻ്റെ പാട്ടുകളാണ് എനിക്ക് എപ്പോഴും ആദ്യം തൊട്ടേ ഞാൻ പാടുന്നത്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ്
ഞാൻ ഒരിടത്ത് പാട്ട് പാടി എനിക്ക് കൂവൽ കിട്ടി. ആ കൂവൽ കിട്ടിയപ്പോൾ കുറച്ചും കൂടെ ഞാൻ കുറച്ചും കൂടെ ശക്തനായി. ഇപ്പം ഈ ശക്തനാവുന്നത് അങ്ങനെയാണ്. വളരെ ചെറിയ കാലത്ത് പാടിയ പാട്ടിൽ എനിക്ക് കൂവൽ കിട്ടി. എൻ്റെ കുടപ്പനകുന്നിൽ ഞാനൊരു ഗാനമേളയ്ക്ക് പാടി. അന്ന് പാട്ടിറങ്ങി ഹിറ്റായ സമയത്ത് രാമായണ കാറ്റേ എന്നീലാംബരിക്കാറ്റേ തങ്കനൂൽ നെയ്യും ഈ വേളയിൽ തന്തരാരേരി താനേ രാഖി ബന്ധനങ്ങളിൽ സൗഹൃദം പകർന്നു തരു രാമായണ കാറ്റേ എന്നീലാംബരി കാറ്റേ. ചലേ ചലേ ചലോ ചലേ ചലോ. ഈ രാഗം പാടുമ്പോഴാണ് അവിടെ കൂവല് കേട്ടത്. അന്ന് ഇത്രയൊന്നുള്ള ഇതൊന്നും ആയില്ല. അതിനുശേഷം ആണ് ഞാനിതെല്ലാം കേട്ടും കണ്ടും പഠിച്ചു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും എൻ്റെ പാട്ട്, ശ്രീകുടചേട്ടൻ ഏറ്റവും സ്നേഹിച്ച പാട്ടുകളിൽ ഒന്നാണ് സ്നേഹിച്ച് ആരാധന തുടങ്ങിയ പാട്ടാണ്. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്ക ചെമ്പഴുക്ക ഞാനൊന്ന് എടുത്തു വച്ചേ എൻ്റെ വെറ്റിലത്താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്ക ചെമ്പഴുക്ക ലാലല 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 ലാലല. നല്ല തളിർ വെറ്റില നുള്ളി വെള്ളം തളിച്ചു വെച്ചേ വെറ്റേ പൂവലെന്തെന്നാൾ ഞാൻ വെട്ടി അരിഞ്ഞു വെച്ചേ. ഇനി നീ എന്നെന്റെ അരികിൽ വരും കിളിപ്പാടും കുളിരാവിൽ ഞാൻ അരികെ വരാം. പറയൂ നീ മൃദുമേനി എന്തു പകരം തരും. നല്ല തത്തക്കിളി ചുണ്ടൻ വെറ്റില നൂറന്നു തേച്ചു തരാം. എന്റെ പള്ളിയറയുടെ വാതിൽ നിനക്ക് തുറന്നേ തരാം. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്ക ചെമ്പഴുക്ക. ഈ ഗാനം ഒരിക്കലും ലോകമുള്ളിടത്തോളം കാലം, സിനിമ ഉള്ളിടത്തോളം കാലം, മലയാള ഗാനം ഉള്ളിടത്തോളം കാലം മറക്കില്ല. പിന്നെ അതിൽ നിന്നും ഏറ്റവും എനിക്ക് എൻ്റെ ഹൃദയ സ്പർശിയായ അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം കൂടെ രണ്ടുപേരും പാടാം. താളവട്ടത്തിലെ പാട്ട്. അതാണ് ശരിക്കും ആദ്യം എന്നെ മനസ്സിൽ ആകർഷിച്ച ലാലാ മൗനം വാങ്ങൂ ജന്മങ്ങൾ പുൽകും നാദം നൽകൂ. പൊൻവീണை എന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. ദൂതും പേറി നീങ്ങും മേഘം മഞ്ഞിൽ മേവും ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി. പൊൻവീണை എന്നുള്ളിൽ മൗനം വാങ്ങൂ. ഈ ഗാനമൊന്നും വേറെ ആര് പാടിയാൽ ശരിയാവും എന്ന് ഇനിയും ബാക്കി നിൽക്കുന്ന ഗാനങ്ങളാണ്. പിന്നെ സൂര്യകിരീടം, അസാധ്യമായ ഗാനമാണ്. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു. നീളും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. നെഞ്ചിലെ പെരിശങ്കിലെ തീർത്ഥമെല്ലാം വാർന്നു പോയി. നെഞ്ചിലെ പെരിശങ്കിലെ തീർത്ഥമെല്ലാം വാർന്നു പോയി. നാമജപാമൃത മന്ത്രം ചൊല്ലും ക്ലാവു പിടിക്കും സന്ധ്യാനേരം. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ.
ഉം.